മാതാപിതാക്കൾ സ്വന്തം ജീവിത സുഖത്തിന് പിന്നാലെ പോകുന്ന കുടുംബങ്ങളിലാണ് മക്കൾ പല അപകടക്കെണികളിലും വീഴുന്നത്. കാസർഗോഡ് 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിന് പിന്നാലെ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്നൊരു കഥയാണ്. ഈ പെൺകുട്ടിയുടെ അമ്മ ഒരിക്കൽ ലഹരി കേസിൽ പിടിക്കപ്പെട്ട് ജയിലിലായപ്പോഴാണ് സ്നേഹ മെറിലിനുമായി പരിചയത്തിലാകുന്നത്. അന്ന് തുടങ്ങിയ സൗഹൃദമാണ് സ്നേഹയ്ക്ക് ഈ വീട്ടിലേക്ക് വഴി തുറന്നത്. പിന്നീട് കൂട്ടുകാരിയുടെ പെൺമക്കളുമായി അടുത്തു. അവർക്ക് സ്നേഹ മൊബൈൽ ഫോണും സമ്മാനങ്ങളും വാങ്ങി നൽകി. അങ്ങനെ വാത്സല്യത്തിൽ നിന്ന് ചൂഷണം തുടങ്ങി. ഒടുവിൽ പെൺകുട്ടിയുടെ പിതാവിൻ്റെ ഇടപെടലാണ് പീഡന വിവരം പുറത്തു വരാൻ കാരണം. അതിനിടെ ഒളിവിൽ പോയ സ്നേഹയെ പിടികൂടാൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സംഭവത്തിൽ നിരവധി പോക്സോ കേസുകളിലെ പ്രതിയായ സ്നേഹ മെറിലിനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ലഹരി കേസിൽ അകപ്പെട്ട് കണ്ണൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയുടെ മാതാവുമായുള്ള സൗഹൃദമാണ് സ്നേഹ മെറിലിനെ ഈ കുടുംബത്തിലേക്ക് എത്തിക്കുന്നത്. ഇതിനായി താനൊരു കള്ളക്കേസിൽപ്പെട്ട് അകത്ത് വന്നതാണെന്ന് വിശ്വസിപ്പിച്ച മെറിലിൻ മാതാവ് വഴിയാണ് കുടുംബത്തിന്റെ വിശ്വാസത നേടിയെടുത്തത്. പീഡനത്തിനിരയായ പെൺകുട്ടിക്കും ഇവരുടെ സഹോദരിക്കും സ്നേഹ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തിരുന്നു. ഇതുവഴി സഹോദരിയെയും സ്നേഹ ലക്ഷ്യമിട്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. തന്റെ കുടുംബത്തെ സ്നേഹ മെറിലിൻ ചൂഷണം ചെയ്യുന്നതായും കുട്ടികൾക്ക് ഫോൺ വാങ്ങി നൽകി വഴിതെറ്റിക്കുന്നതായും ചൂണ്ടിക്കാട്ടി പോക്സോ കേസിൽ അറസ്റ്റിലാവുന്നതിന് 4 ദിവസം മുൻപ് പിതാവ് മേൽപ്പറമ്പ് പോലീസിൽ നേരിട്ടെത്തി പരാതി നൽകിയതായി പറയപ്പെടുന്നു. എന്നാൽ സ്നേഹ മെറിലിനെ സംരക്ഷിക്കുന്ന രീതിയിലാണ് പോലീസ് പെരുമാറിയതെന്നും പരാതി സ്വീകരിച്ചെങ്കിലും റെസിപ്റ്റ് നൽകാൻ തയ്യാറായില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. പിന്നീട് SP ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകിയതിനു ശേഷമാണ് റെസിപ്റ്റ് നൽകാൻ തയ്യാറായതെന്നും കുടുംബം ആരോപിക്കുന്നു. പിതാവിന്റെ അറസ്റ്റിന് ശേഷം കേസിൽ മെറിലിനെ കൂടി അന്വേഷണ വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നേരത്തെ കൃത്യമായി പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് അത് ഗൗരവത്തിനെടുത്തില്ലെന്നും കുടുംബം പറയുന്നു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ വിശദമായ കൗൺസിലിംഗിലാണ് സ്നേഹ മെറിലിൻ തനിക്കെതിരെ നടത്തിയ ക്രൂരതകൾ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. സംഭവം നടക്കുന്ന സമയത്ത് ഭയവും ഭീഷണിയും കാരണം ആരോടും വിവരങ്ങൾ പങ്കുവച്ചിരുന്നില്ല. അതേസമയം പെൺകുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇതേ തുടർന്ന് വീണ്ടും വിശദമായ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥിരം പോക്സോ കേസ് കുറ്റവാളിയായ സ്നേഹ മെറിലിനെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ കേസാണ് മേൽപ്പറമ്പിലേത്. നേരത്തെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 ഗുരുതരമായ പോക്സോ കേസുകൾ സ്നേഹ മെറിലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2025 മാർച്ച് 14 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് സ്നേഹ ആദ്യമായി അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്ന് അശ്ലീല ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ അധ്യാപകർ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പീഡന വിവരം പുറത്തുവന്നത്. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി സ്വാധീനിച്ചായിരുന്നു അന്ന് കുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത്. കേസിൽ കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് ഇതേ പെൺകുട്ടിയുടെ 15 വയസ്സുള്ള സഹോദരനെയും യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നെന്ന പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. പിന്നീട് ഈ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നിലവിൽ കടുത്ത ലൈംഗികാതിക്രമം, വീട് കയറി അതിക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്ക് പുറമെ പോക്സോ നിയമത്തിലെ അതീവ ഗുരുതരമായ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒളിവിൽ കഴിയുന്ന സ്നേഹ മെറിലിനെ പിടികൂടാനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.